നീ അമ്മ വിളിച്ചായിരുന്നോ? ഇല്ല. സത്യം പറഞ്ഞ് നീ പറഞ്ഞോണ്ടാണ് ഞാൻ അമ്മയെ വിളിക്കാണ്ടിരുന്നത്. നീ ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നറിയോ? അമ്മ വരും, ഞാനും അമ്മ ഓരോന്ന് പറഞ്ഞ് വഴക്കാവും, അവസാനം അമ്മയുടെ എനിക്ക് രണ്ടെണ്ണം കിട്ടും. ചേട്ടാ ഒന്ന് കൂടെ നിക്കണോട്ടാ. ഇതൊക്കെ മക്കൾക്ക് മുൻകൂട്ടി അറിയാമെങ്കിലേ വെറുതെ എന്തിനു വാങ്ങി അടി വാങ്ങണം, എന്തിനു ഇടപെടണം, എന്തിനു ഇതിനൊക്കെ? ഇതാണ് എന്റെ നാക്കിന്റെ കുഴപ്പം. നമ്മൾ മിണ്ടാടിക്കണമെന്ന് പറഞ്ഞാലും കേൾക്കൂലെന്ന്. ഇത് ഒന്ന് അനങ്ങിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് എന്റെ നാക്ക് തല്ല് കിട്ടണ വരെ അനങ്ങിക്കൊണ്ടിരിക്കും. ഇത് അമ്മൂമ്മ പറയുന്നത് കറക്റ്റാ. ഈ ജനന സമയത്തിന്റെ കുഴപ്പമാണ്. ആണല്ലേ? അനുഭവിച്ചോ? എനിക്ക് ദോശ തരുവോ? വല്ലേച്ചാ ഒരുമാതിരി കഴിച്ചു. ഒരുമാതിരി തേച്ചെന്ന് പറഞ്ഞാ എന്നാച്ചാ നീ വച്ചെന്ന് പറഞ്ഞേ? നാക്കിന്റെ നീളം വെച്ച് നോക്കുവാണെങ്കിൽ ഈ കൊച്ചിന് പറ്റാതായിട്ട് ഒന്നുമില്ല. ഞാൻ ദോശ തരുവോ? തരാലോ. പഞ്ചസാര തൊട്ട് തന്നാ പോരെ? ആ മതി. നമ്മള് പറഞ്ഞ പോലെ കൊടുത്തില്ലെങ്കിൽ അമ്മ വരുമ്പോ എന്നെ പറ്റിയുള്ള 1000 കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അമ്മ അവസാനം എന്നെ കാറ്റി പറത്തും. ചേച്ചി പഞ്ചസാര ഇട്ട് കൊടുത്തേ. നിന്നെ കാറ്റിപ്പുറത്തിനെയും കഷ്ടങ്ങളൊന്നും ആക്കണ്ട. മൊത്തത്തിലെടുത്ത് ഇങ്ങനെ എറിഞ്ഞാ മതി. ചേച്ചി എന്താടാ? ഓ ഇന്നും ദോശ ചമ്മന്തിയും തന്നെ. അതെ. ഇനിയിപ്പൊ നിനക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിലും ഉണ്ടാക്കി കഴിച്ചോളാം. ഓംപ്ലേറ്റ് ഉണ്ടോ? മുട്ട ഇല്ലടേ. ആ ഒരു മുട്ട എന്തോ ഇരിപ്പുണ്ട്. ഒരു മുട്ട ഇരിപ്പുണ്ടോ? ഓക്കേ, അപ്പൊ അതെനിക്ക് തന്നെ. മുട്ട അവിടെ അവിടെ ഉണ്ടാവും. കിട്ടി. ഇത് ഞാൻ പൊരിച്ചടിക്കുന്നു. ചേച്ചി മാറേച്ചി ഇതിന്റെ ഇടയിലോ നീ മുട്ട ഉണ്ടാക്കാൻ പോണേ? ഞാൻ പിന്നെ ചേച്ചി പെട്ടെന്ന് ചുട്ടു വരും. എന്നിട്ട് വേണം എനിക്ക് മുട്ട പൊരിക്കാൻ. അവിടെ വെയിറ്റ് ചെയ്യ്. ഇനി പൊരിക്കാൻ ഒരു സമാധാനം ഇല്ല കേട്ടോ. അടങ്ങിയിരിക്കടാക്കാ. എനിക്കല്ലേ ഓംലേറ്റ്? അയ്യോ മക്കൾ ഇപ്പൊ ഈ മുട്ടയെ കണ്ണു വെക്കണ്ട. ചേട്ടൻ തന്നെ ഈ ഓംപ്ലേറ്റ് ഉണ്ടായി ഒറ്റയ്ക്ക് അയച്ചോളാം. കൊച്ചുകുട്ടികൾക്ക് തരാതെ കഴിച്ചൂടാ. കൊച്ചു പിള്ളേർക്ക് തരാതെ അയച്ചാൽ എന്ത് പറ്റും ഞാനൊന്ന് നോക്കട്ടെ കേട്ടാ. ചേച്ചി പറ. പെട്ടെന്ന് ഉണ്ടാക്കി ചേച്ചി, എനിക്ക് പെട്ടെന്ന് പൊരിച്ച് തിന്നണം. ഓ ആർത്തിപ്പണ്ടാരും എന്തോ നടി. ചേട്ടോ നെയ്യാറ്റിങ്കരയിൽ നിന്ന് വരുമ്പോ അച്ഛൻ എന്തായാലും എന്തെങ്കിലും സ്പെഷ്യൽ കൊണ്ടുവരായിരിക്കില്ല. കൊണ്ടുവരാതിരിക്കൂല. നീ നോക്കിയിരുന്നോ? എടാ അച്ഛൻ നെയ്യാറ്റിങ്ങനെ വിട്ട് പറഞ്ഞതിന്റെ ദേഷ്യത്തിലായിരിക്കും. ഇപ്പൊ ഞാനൊന്നും പറയാൻ പോകുന്നില്ല. അച്ഛൻ്റെ അമ്മയുടെ നോട്ടപ്പുള്ളി ഞാനാ. അയ്യോ അച്ഛൻ്റെ അമ്മയുടെ മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാവരുടെയും നോട്ടപ്പുള്ളി നീ തന്നെയാ. ആ ചേച്ചിയാ. ഞാനാ കുറച്ച് കൂടുന്നുണ്ടേ. ആ മിണ്ടാണ്ടിരിക്കട്ടെ. ഇതെന്താ എല്ലാരും എന്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറയുന്നത്? അടുത്താണ്. ഇനി ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാക്കണമല്ലോ ചേട്ടാ. ചോറ് വെക്കാല്ലേ? കറി അവര് വന്നിട്ട് തീരുമാനിക്കാം. ഇവളുടെ കാര്യം ആലോചിക്കുമ്പോ വീണ്ടും കഷ്ടം തന്നെ കേട്ടാ. ഒറ്റയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി എന്താ നിനക്ക് വേണ്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഫുഡ് ഓർഡർ ചെയ്യട്ടെ. അതിന്റെ കാശ് ഞാൻ കൊടുക്കണായിരിക്കും. മോൻ ചെല്ല, സ്ഥലം വിട്. ചെല്ലു പോ. ചേച്ചി പെട്ടെന്നാവട്ടെ ചേച്ചി. ഈ ഇത് പൊരിച്ച് തള്ളാൻ എനിക്കൊരു സമാധാനമില്ല. എന്തോടാ കാണിച്ചപ്പോ? തെന്നിപ്പോയിട്ടാ കൈ. തെന്നിപ്പോയതാ? ഇന്ന് ക്രിക്കറ്റ് ബോളാണ് എടുത്തെറിഞ്ഞെറിഞ്ഞ് കളിക്കാൻ. ഇതിപ്പോ ഞാൻ എന്തിനു പിന്നെ ഈ ദോശ ചമ്മന്തി തന്നെ കഴിക്കണ്ടേ? അപ്പോൾ ഇതായിരുന്നുള്ളൊരു പ്രതീക്ഷ. ക്ലീൻ ചെയ്യടാ. എന്റെ ചേച്ചി ഞാൻ ആകെ ദുഃഖിതനാണ്. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് ഇനി തുടക്കാൻ പറ്റില്ല. ചേച്ചി എന്നെ ക്ലീൻ ചെയ്യും. സോറി. ക്ലീൻ ചെയ്യാതെ നീ അടുക്കള വിടത്തില്ല. നീ ക്ലീൻ ചെയ്തേ. ഞാനാ തുടക്കി. ചേച്ചി തുടക്കടാ. തുടക്കടാ. തുടക്കി. ഇത് ചേട്ടൻ കണക്ക് എഴുതാൻ പോണ പേപ്പർ. അതിന് മുമ്പ് ചാടിക്കയറി വന്ന് ഇവിടെ ഇരുന്നല്ലേ? എന്നാ പിന്നെ ഇരുന്നോ. എന്നാ പിന്നെ പുറത്തേറ്റ് ഇരുത്തിയേക്കാം. നീ ഇപ്പൊ ജംഗ്ഷനിലെങ്ങാനും പോവോ? ഇല്ലടി, കുറച്ച് കഴിയുമ്പോ ട്യൂഷൻ സെന്റർ വരെ ഒന്ന് പോകുന്നുണ്ട്. എന്തുപറ്റി? എനിക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. അതിനിപ്പോ സാരില്ല, ഞാൻ പിന്നെ വാങ്ങിക്കോളാം. അയ്യോ മാഡത്തിന് അർജന്റ് ആയിരുന്നു ഐസ്ക്രീം. കിട്ടിയാക്കോളാം. കുറച്ച് ദിവസമായി തണുത്തതൊക്കെ കഴിച്ചിട്ട്. ഡാൻസും കളിക്കും. എന്നാ എന്റെ പൊന്നുമോള് മൂക്കും കുത്തി താഴെ കിടക്കുകയും ചെയ്യും. ഇല്ല. ആണോ? എന്നൊന്ന് കാണണല്ലോ. ചേച്ചി പാട്ട് പാടേ. ആ പാടാ. താനെ താനാനെ താനാനെ താനെ താനെ താനാനെ താനാനെ താനെ താനാനെ താനാനെ താനെ താനെ താനാനെ താനാനെ എള്ളുള്ളേരി എള്ളുള്ളേരി മാണിനങ്കേരെ മെറിച്ച് പെടേതുണ്ട് ഗയാ മാണിനങ്കേരെ. അയ്യോ അച്ഛൻ അച്ഛൻ വന്ന് ഞങ്ങൾ കണ്ടില്ല അച്ഛാ. തന്നെ അച്ഛനെ കണ്ടില്ലെങ്കിൽ എന്ത് കണ്ണെന്തൊരു കാണിക്കല്ലടാ നിനക്ക്
തറകത്ത് കളിക്കാൻ പറ്റില്ലേ? ഇതിന് മേശക്കകത്ത് പുറത്ത് കയറിയത് അല്ല പറ്റിയല്ല ഇതിന് ഇവിടെ കയറി കളിക്കണത്. അച്ഛൻ വന്നാ എന്ത് വരണ്ടായിരുന്നാ? പോച്ചന്നു. അമ്മ എവിടെ? ചേച്ചി അച്ഛാ അച്ഛൻ പറ്റി അയ്യോ അച്ഛൻ വന്ന് അച്ഛൻ ഇപ്പൊ എത്തിയല്ലോ. അമ്മ ഞാൻ വഴി കളഞ്ഞടാ അമ്മ. എന്താന്ന് വെച്ചാ എന്താന്ന് അമ്മ എവിടെ നിന്ന്? അച്ഛൻ ഇപ്പൊ എത്തിയ നീ കൂടുതൽ സംസാരം കേട്ടടാ. സാധാരണ സമയം അമ്മ വിളിക്കണം നീക്ക. അച്ഛനെ വിളിക്കണം, ഒരു പ്രാവശ്യം വിളിക്കടാ. അല്ല അമ്മ എന്തേ? അമ്മ ഇന്ത്യ അമ്മ എവിടെ വെച്ചാ? വെളുപ്പാകെ 4 മണിക്ക് അവിടുന്ന് ബസ് കയറി. തമ്പാനൂർ ഇറങ്ങിയപ്പോൾ 5 മണി 5:55 ശതാബ്ദി കയറി. ഇവിടെ ഈ സൗത്ത് നോർത്ത് എനിക്ക് അറിഞ്ഞൂടെ. വടക്ക് കിഴക്ക് തെക്ക് കുറേ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എവിടെ ഇറങ്ങിയത് എനിക്കെന്നെ പിടിയില്ല. ഞാൻ ഇനി പോകുന്നു. അച്ഛാ അമ്മ എവിടെ വെച്ചാ? എന്നിട്ട് അവള് 10 ഇറങ്ങിയടേ. അവള് ഓഫീസിൽ ഉച്ചവരെ ഇരിക്കണമെന്ന് അവള് പോയി. അശോടാ അമ്മ പകുതി വഴി വെച്ചിട്ട് പിരിഞ്ഞു പോയതിന്റെ വിഷമാണല്ലോ അച്ഛന്. ഒറ്റ കളിക്കല്ലേട്ടാ. അച്ഛൻ എന്താ ചെയ്യണം ദേഷ്യപ്പെടുന്നേ? അച്ഛാ കൂടുതൽ ഷോ കാണിക്കല്ല കേട്ടാ, മതി നിർത്തിക്കോ. പരിചരിക്കട്ടാ. അച്ഛൻ എന്തിനാ അടിക്കാനൊക്കെ പറഞ്ഞ നീ? നിനക്കെന്തിനാ കുഴപ്പടാ? അച്ഛൻ ഈയായിട്ടുള്ള സ്ഥിരം പ്രശ്നമാണ്. എവിടെങ്കിലും പോയിട്ട് വന്നാ പിന്നെ അപ്പൊ തുടങ്ങും ഒച്ചയും ബഹളവും ദേഷ്യവും ചീത്തപറയലൊക്കെ. പ്രത്യേകിച്ച് നെയ്യാറ്റിങ്ങനെ പോയിട്ട് വന്നാ അതിന്റെ ഡബിൾ ആയിരിക്കും. ഇത് അപ്പൂപ്പനും അമ്മൂമ്മ എന്തെങ്കിലും പറഞ്ഞു കാണും, അതിന്റെ ദേഷ്യ. അപ്പൂപ്പന്റെ അമ്മ എന്ത് പറയാ തന്നെ അപ്പൂപ്പനും അമ്മൂമ്മ അച്ഛനെ എന്ത് പറയാൻ? അവർക്കറിയാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശിവാ അച്ഛൻ കൂടുതൽ ഷോ ഒന്നും ഇറക്കണ്ട. കാര്യം ഞങ്ങൾക്ക് കത്തി. അച്ഛന്റെ കാര്യം പോയി കുളിച്ചിട്ടോ. അപ്പൊ അച്ഛൻ ഫുൾ ഒന്ന് തണുക്കും. ഷോ കാണിക്കണ ഞാൻ തണുക്കാൻ ഞാൻ തിളച്ചിരിക്കണ തന്നെ. അച്ഛന്റെ പ്രശ്നം എന്താ? പ്രശ്നം എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. കുറച്ച് കഴിയുമ്പോ അച്ഛൻ ശരിയാവും. വാ നമുക്ക് പോ. കുറച്ച് കഴിയുമ്പോ അച്ഛൻ ശരിയാവുന്ന എന്ത് ഇപ്പൊ ശരിയല്ലേ? അയ്യോ അച്ഛനൊരു കുഴപ്പമില്ല. കുഴപ്പം മൊത്തം ഞങ്ങൾക്കാണല്ലോ. നെയ്യാറ്റിങ്ങനെ പോയി കിടക്കും, എന്നിട്ട് ദേഷ്യം മൊത്തം ഞങ്ങൾക്കും. എന്ത് ആ കാര്യം പറ. വാങ്ങിക്കും കേട്ടോ. ഞാൻ അങ്ങോട്ട് വരാം. അച്ഛൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഞാനും തിരിച്ചെന്തെങ്കിലുമൊക്കെ പറയും. ഞാനും ദേഷ്യം പിടിച്ച് നിൽക്കും. എന്ത് അച്ഛൻ ഞാൻ റൂമിലോട്ട് പോണ്. റൂമിലെന്തിനോട്? അച്ഛൻ ഞാൻ റൂമിലോട്ട് പോയത്. അല്ല അച്ഛൻ എന്തിനാ ഇപ്പൊ എല്ലാരും പിടിച്ചു തീർത്തണേ? അല്ല നീയൊക്കെ എന്നെ ഒരു പരിഹസിച്ചിട്ട് പോകുമ്പോൾ എനിക്കൊരു തോന്നല്ലേ, അതുകൊണ്ട് ഞാൻ വിളിച്ചതേ ഉള്ളൂ. എനിക്കേ അടുക്കളയിൽ വേറെ ജോലിയുണ്ട്. അതല്ലല്ലേ